എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോഴും യാതൊരുവിധ ശമനവുമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ്റെ ചെറുത്തുനിൽപ്പ്. അതായത് അത് പറഞ്ഞില്ലെങ്കിൽ ഇറാനോട് ചെയ്യുന്നൊരു നീതികേടാണ്. കാരണം നമ്മളൊക്കെ വിചാരിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇറാൻ പൂർണ്ണമായിട്ടും തകരുന്നൊരവസ്ഥയിലായിരുന്നു. ടെഹ്റാനൊക്കെ മൊത്തം തവിടുപൊടിയായി. നമ്മൾ ആ ഗസയിലൊക്കെ കാണിച്ച പോലെ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവരുടെ ആയുധശേഖരമൊക്കെ ഒരുപാട് പോയി. അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ 12-13 വരുന്ന യുദ്ധക്കപ്പലുകളെല്ലാം നശിപ്പിച്ചു. നമ്മളുടെ ശ്രീലങ്കയുടെ കുറച്ചപ്പുറത്ത് മാറി അവിടെ വെച്ച് ഒരെണ്ണം നശിപ്പിച്ചു. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമോന്നത നേതാവിനെ കൊന്നു ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയും കുട്ടിയും, അതോടൊപ്പം 12 പ്രധാനപ്പെട്ട കമാൻഡർ, ഇന്നിപ്പോൾ 2 മറ്റ് ഒരു സൈനിക ഉദ്യോഗസ്ഥരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ അത്രയും ഡിസ്ട്രക്ഷനാണ് ഇറാൻ ഉണ്ടായതെങ്കിലും ഉണ്ടല്ലോ, ഇറാൻ ഇന്നും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 20-ാം ദിവസം ആയല്ലേ, 20 ദിവസമായിട്ടും അതേ ചെറുത്തുനിൽപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിന്തിക്കാൻ പറ്റാത്ത പ്രഹരമാണ് ഇസ്രായേലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റത്തെയൊക്കെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. പരമാവധി മിസൈലുകളെ തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആ ഒരു പരിധിയൊക്കെ മറികടന്നുകൊണ്ട് ഇറാൻ്റെ മിസൈലുണ്ടല്ലോ ഇസ്രായേലിൽ ടെല്ലവീവിലടക്കം വീണ് വലിയ പ്രഹരം ഉണ്ടാക്കുകയാണ്. ടെല്ലവീവിലെ പല കെട്ടിടങ്ങളും നാമാവശേഷമാകുകയാണ്. ഇതൊന്നും അധികം മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടില്ല. നമ്മളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങൾ കാണുന്ന കാഴ്ച എന്തെന്നാൽ ഇറാൻ്റെ കയ്യിലുള്ള മിസൈലൊക്കെ അത്രയും സ്ട്രൈക്ക് പവർ ഇല്ല. ഇപ്പോൾ ഫത്തേ മിസൈലുകളൊക്കെ ആയിരുന്നു ഏറ്റവും പ്രമുഖമായിട്ടുണ്ടായിരുന്നത് അല്ലേ. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ശേഷി അളന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഇമ്പാക്റ്റ് അതിനുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. കാരണം അത്രയും ദൂരമുണ്ട് ടെഹ്റാനും ടെല്ലവീവും തമ്മിലല്ലേ. പക്ഷേ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് വലിയ ചെറുത്തുനിൽപ്പാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് സെറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നാലോചിച്ച് നോക്കുക, നമ്മളൊരു റോബോട്ടിന് ഒരു ജോലി കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത നിർത്താനുള്ളൊരു കമാൻഡ് കൊടുക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, അതിൻ്റെ എനർജി ഉണ്ടെങ്കിൽ. അതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു റോക്കറ്റ് കൊടുക്കുന്നു, നമ്മുടെ വെടിക്കെട്ടിന് വിടുന്ന റോക്കറ്റ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകം യുദ്ധത്തിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ്. പാകിസ്ഥാൻ കൊടും ക്രൂരതയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാന് മേൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാബൂളിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയാണ്. അവിടെ ചികിത്സയ്ക്കെത്തിയതും അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് രോഗികളുണ്ടായിരുന്നു, പിഞ്ചു കുട്ടികളുണ്ടായിരുന്നു. അവരടക്കം 400 പേരിലധികം വെന്തു മരിക്കുകയാണ്. ക്രൂരമായിട്ട് കൊല്ലുകയാണ് പാകിസ്ഥാൻ. 250 പേർക്കധികം സാരമായിട്ടും നിസാരമായിട്ടും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുദ്ധം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലെബനനിലാണെങ്കിൽ ഹെസ്ബുള്ളയായിട്ട് യുദ്ധം ചെയ്യുന്നു, ഹൂതികൾ ഇടപെട്ടിട്ടുണ്ട്, ഹോർമൂസ് മൊത്തം കപ്പലുകളൊക്കെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ലോകത്ത് കടന്നുകൊണ്ടിരിക്കുന്നത് 2 രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 2 തലവന്മാരെ കാണാനില്ല എന്നുള്ളതാണ്. അവർ മരണപ്പെട്ടു, അവരുടെ കാല് പോയി, അവർ കോമയിലാണ്, അവർക്ക് അംഗഭംഗം സംഭവിച്ചു. അങ്ങനെ പല ചർച്ചകൾ, തീപിടിച്ച ചർച്ചകൾ, ചെറിയ ചർച്ചയല്ല. ട്വിറ്റർ എക്സ് തുറന്ന് അവരുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചർച്ചയുടെ ലെവൽ എത്രത്തോളമാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അദ്ദേഹത്തെ ഒരാഴ്ച മുകളിലായിട്ട്, അതായത് ഒരു 10 ദിവസത്തിൽ അധികമായിട്ട് കാണാനില്ല എന്നൊരു രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. രണ്ടാമത്തത്, ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവുണ്ടല്ലോ, അതായത് കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ മകനായിട്ടുള്ള മോജ്തബ ഖമേനിയും കാണാനില്ല. അദ്ദേഹത്തെ 28-ാം തീയതി മുതൽ കാണാനില്ല. അതായത് 20 ദിവസം കഴിഞ്ഞു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട്. ഇവരൊക്കെ എവിടെയാണ് പോയത്? ഇവരൊക്കെ കൊല്ലപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. മാത്രമല്ല ഈ മോജ്തബയുടെ ഒരു കാല് പോയി എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ ഒരു വിവരങ്ങളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലേക്ക് വരണമെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അറിയുന്നതിനോടൊപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഫാമിലിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു വയ്ക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ പൈസ കയ്യിൽ നിന്ന് നഷ്ടം വരാനും കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാനും സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ കയ്യിൽ നിന്നും ഒരു 10,000 നഷ്ടപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു പനി വന്ന് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മതിയല്ലേ. ഇനി വലിയ അസുഖങ്ങൾക്കാണെങ്കിൽ 10-15 ലക്ഷവും പലപ്പോഴും 50-60 ലക്ഷവും ഒക്കെ വരാറുണ്ടല്ലേ. ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇത് പലർക്കും സംഭവിച്ചിട്ടുള്ളതാണ്. വർഷങ്ങളുടെ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് പോകും. അതുകൊണ്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും നിർബന്ധമാണ്. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളതാണ് ടേം ഇൻഷുറൻസും. കാരണം നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കണം. ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് മാസം 400-500 രൂപ പോലുള്ള ഒരു ചെറിയ പ്രീമിയത്തിൽ എടുത്തു വയ്ക്കാൻ പറ്റും. ഇതുവരെ എടുക്കാത്തവർക്ക് അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് ഹെൽത്ത് ആൻഡ് ടൈം ഇൻഷുറൻസുകൾ ഒറ്റ സ്ക്രീനിൽ നിന്ന് കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ടൈം ഇൻഷുറൻസുകൾക്ക് 15% വരെ ഡിസ്കൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ടൈം ഇൻഷുറൻസ് എടുത്തൊരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് 2 കോടി പോലുള്ള വലിയൊരു തുകയായിരിക്കും ഭാവിയിലെ ചെലവുകൾക്ക് കിട്ടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും എടുക്കാം. പ്രവാസികൾക്ക് ഇവ രണ്ടും, അതായത് ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും
വെപ്പൺസും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ എടുത്തു വയ്ക്കാൻ പറ്റും. അതിനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ആദ്യം നമുക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കേസിനെ പറ്റി സംസാരിക്കാം. രണ്ടാമത്തത് മോജ്തബയുടെ കേസിനെ പറ്റിയിട്ടും, അതായത് ഇറാന്റെ പരമോന്നത നേതാവിനെ പറ്റിയിട്ടും ഇറാന്റെ ഒരു അവസ്ഥ, അതായത് ഇറാനിൽ ആരാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറാന്റെ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യുദ്ധം തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭീകരമായിട്ടുള്ള ആക്രമണം നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഗൾഫിനെ ആക്രമിക്കുന്നത് നിർത്തുകയാണ്, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ തൊട്ട് പുറമെ തന്നെ അതിലും ഭീകരമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടേയിരുന്നത്. ഇന്നലെ കൂടി ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഇപ്പോൾ അബുദാബിയിൽ ഓടുന്ന കാറിന് മിസൈൽ വീണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫുജറയിലൊക്കെ കുറച്ച് സ്ഫോടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇറാനിലെ ഒരു മിലിറ്ററി സിസ്റ്റം ഒരു ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് സംസാരിക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു, നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യമില്ല. കാരണം ഈ യുദ്ധത്തിനൊക്കെ തിരികൊളുത്തി വയ്ക്കുന്നത് നെതന്യാഹുവും ട്രംപും കൂടെയായിരുന്നു. മാത്രമല്ല ഗസയിലെ ആക്രമണം അതുമായി ബന്ധപ്പെട്ട്, പലസ്തീനിലെ പ്രശ്നമൊക്കെ ആയി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെ ലോകത്ത് മൊത്തം അറിയാം. എന്തായാലും നെതന്യാഹുവിനെ കാണുവാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിൽ വാർത്തകൾ ആദ്യം പ്രചരിക്കാൻ കാരണമായത്, അല്ലെങ്കിൽ അത് കത്തിപ്പിടിക്കാൻ, തീ പോലെ പടരാൻ ആദ്യം കാരണമായ ഒരു വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇദ്ദേഹം ഇങ്ങനെ അവിടുത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ എപ്പോഴും വീഡിയോസ് ഇടാറുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു യുദ്ധം തുടങ്ങി ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, അതായത് അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണ്. ആ ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ നെതന്യാഹുവിൻ്റെ അക്കൗണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പ്രശ്നം കണ്ടെത്തുകയാണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുമുള്ള മേജർ ഇഷ്യൂ ആയിരുന്നു 6 വിരലുണ്ട്, അതായത് 5 വിരലാണല്ലോ, പക്ഷേ ഒരു പോയിന്റിൽ ആ വിരൽ ഇങ്ങനെ പൊക്കുമ്പോൾ അതിന് 6 വിരലുണ്ട് എന്ന് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുകയാണ്. ശരിയാണ്, അതിൻ്റെ അകത്ത് ഒരു പോയിന്റിൽ 6 വിരൽ കാണാം. പക്ഷേ അത് ചിലവർ പറയുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന്. എനിക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കത് ഈ വീഡിയോ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല പുറകിലുള്ള ആ ഒരു ഇസ്രായേൽ ഫ്ലാഗൊക്കെ ഡിജിറ്റലി റെൻഡേർഡ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ വന്നതിനെ തുടർന്നാണ് വലിയ രീതിയിൽ ചർച്ചകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ളത്. ഇത് മാത്രമായിരുന്നില്ല ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ചർച്ച അല്ലെങ്കിൽ ഒരു വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് നയിച്ചത്. മറിച്ച് അവിടുത്തെ ഇസ്രായേലിലെ സെക്യൂരിറ്റി ബ്രീഫിംഗ് ഉണ്ടല്ലോ, അതായത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് പുതിയ ആ ഒരു വിശകലനം നടത്തുമല്ലോ, യുദ്ധത്തിൻ്റെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടത്തുന്ന അവരുടെ വലിയ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു വിശകലനമുണ്ട് മൊത്തത്തിൽ. അതാണ് സെക്യൂരിറ്റി ബ്രീഫിംഗ്. അതിൻ്റെ അകത്ത് ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുത്തിട്ടില്ലായിരുന്നു. നെതന്യാഹു ആണ് അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അതിൻ്റെ തലവനായിട്ട് വേണ്ടത് നെതന്യാഹു ആണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി ബ്രീഫിങ്ങിലും അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്തു. അദ്ദേഹം വേണം ശരിക്കും പറഞ്ഞാൽ നടത്താനായിട്ട്, രാജ്യത്തിൻ്റെ തലവനാണല്ലോ. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് മറ്റൊരു മീറ്റിംഗ് അദ്ദേഹം ഏറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് ഫൈനൽ മൊമെൻറ്റിൽ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്, അത് റദ്ദാക്കപ്പെടുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ആ മീറ്റിംഗ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചർച്ചകൾ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. അതിനുശേഷമാണ് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വീഡിയോ പുറത്തു വരുന്നത്. ഒരു വാർത്തയായിരുന്നു, ലൈവ് റിപ്പോർട്ടിംഗ് ആയിരുന്നു ആ ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ളത്. അതായത് NDTVയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആദിത്യ രാജ് കൗള്, ഇസ്രായേൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണമില്ല, അതിൻ്റെ അകത്ത് നാശനഷ്ടങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമാണ് ഇറാൻ നടത്തിയ ആക്രമണം എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇസ്രായേൽ മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ വീഴുന്ന മിസൈലുകളോ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ പറ്റിയിട്ടോ നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. മരണങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് ശരിയാണെങ്കിലും അവിടെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ആദിത്യ രാജിന്റെ ഈ ഓൺ ഗ്രൗണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് സ്പെക്കുലേഷൻ ഉണ്ടാകുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിച്ച ഒരു വ്യാജ വാർത്തയുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഈ ആദിത്യ രാജ് കൗളിനെ അറസ്റ്റ് ചെയ്തു. അത് വ്യാജ വാർത്തയാണ്. അദ്ദേഹം ലൈവായിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇസ്രായേൽ പോലീസിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അനുമതിയോടെയാണ് അദ്ദേഹം ചിത്രീകരിച്ചതും അദ്ദേഹം പുറത്തുവിട്ടതും. അപ്പോൾ അറസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊപ്പം തന്നെ ലോകം ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നെതന്യാഹുവിൻ്റെ 2 മക്കളുള്ള ഒരാളാണ് യെയിർ നെതന്യാഹു, YAIR എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ട്വിറ്റർ X എന്ന് പറയുന്ന, അതായത് പഴയ ട്വിറ്റർ ഇപ്പോൾ X എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വളരെ ആക്റ്റീവായിരുന്നു. ദിവസവും 30 മുതൽ 80 പോസ്റ്റ് വരെയൊക്കെ ഇടുമായിരുന്നു. പോസ്റ്റായിട്ടല്ല, അതിങ്ങനെ റീഷെയർ ചെയ്യാമല്ലോ മറ്റ് പോസ്റ്റുകളൊക്കെ. എന്തായാലും അത്രത്തോളം വരുന്ന ഒരു ആക്ടിവിറ്റി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ഡെഡ് ആകുകയാണ്. ഒരു തരത്തിലുള്ള റീഷെയറിങ്ങോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പോസ്റ്റോ ഒന്നും വരാതാകുകയാണ്. അപ്പോൾ
മറ്റേ വാദത്തിന് വീണ്ടും ശക്തി പകരുകയാണ്. അച്ഛൻ കൊല്ലപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഗുരുതരമായിട്ട് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആരും ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഓരോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്കാണെങ്കിലും പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യാത്തതെന്നും പറഞ്ഞിട്ട് മറ്റേ വാദത്തിന് വീണ്ടും ശക്തി പകരുകയാണ്. ഇതിനെല്ലാം മറുപടി ആയിക്കൊണ്ട് നെതന്യാഹുവിൻ്റെ അക്കൗണ്ടിൽ മറ്റൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ജെറുസലേമിലുള്ള ദ സതാഫ് കഫേയിൽ നിന്ന് ഒരു ക്യാപ്പച്ചീനോ കുടിക്കുന്നതായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 6 വിരലുണ്ടോ, നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞവരെയൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് തന്നെ അഡ്രസ്സ് ചെയ്യുകയാണ്, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ വീഡിയോയിൽ ഒരുപാട് പേര് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഒന്നാമത്തത്, ആ ക്യാപ്പച്ചീനോ കുറച്ച് ചരിച്ചിട്ടും അതങ്ങോട്ട് വീഴുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പാറ്റേൺസും ശരിയല്ല, ചുളിവുകളൊന്നും കറക്റ്റല്ല. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് വേറൊരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ പറ്റും, നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കാൻ പറ്റും, പിണറായി വിജയനായിട്ട് സംസാരിക്കാൻ പറ്റും. അത്രയും പെർഫെക്ഷൻ കിട്ടുന്ന AI സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലേ. ആരാണെങ്കിലും പണ്ടൊക്കെ ഒരു മോർഫൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് പാടായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ക്ലിങ് പോലുള്ള AI വെച്ചിട്ട് നമുക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ അത് സംശയമൊന്നുമില്ല. അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതും നമ്മളതുമായിട്ട് ഡീൽ ചെയ്യുന്നതൊക്കെ കൊണ്ടറിയാം. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ആക്ച്വലി വേറൊരു വ്യക്തിയാണ്, അത് നെതന്യാഹുവിൻ്റെ മുഖം മാത്രം കൊടുത്തതാണ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ അതും ഭയങ്കര വൈറലാകുകയാണ്, അതും ഫേക്ക് വീഡിയോ ആണ്. ലൈക്ക് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അതങ്ങനത്തെ ഒരു സംഭവം കവറപ്പ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെപ്രാളത്തിന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നില്ല, അതുപോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം നെതന്യാഹു അങ്ങനത്തെ ഒരു വീഡിയോ യൂഷ്വലി പോസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ആ ഒരു അക്കൗണ്ട് ഞാൻ നോക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ കവറപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഭയങ്കര എന്തോ ഉടായ്പ് കാര്യം കാണിച്ചു, ഒരുപാട് ആരോപണങ്ങൾ വരികയാണ്, അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നവർക്ക് എന്തോ ഒരു വശപ്പശ കൊണ്ടെന്ന് തോന്നുന്നില്ല. ഈ വശപ്പശക്ക് തന്നെയാണ് എനിക്ക് പേഴ്സണലി ആ ഒരു വീഡിയോയിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നും മറ്റൊരു വീഡിയോ വരികയാണ്. അതും തന്നെ സദാഫ് കഫേയുടെ പുറത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അവിടെ ഇരിക്കുന്ന ജനങ്ങളെയൊക്കെ കാണുകയാണ്. അതിൻ്റെ അകത്തും പ്രശ്നം കൂട്ടുന്ന ആൾക്കാർ കണ്ടെത്തുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്. പെട്ടെന്നൊരു ആംഗിൾ വരുമ്പോൾ ആ മോതിരം കയ്യിൽ നിന്ന് മാറുകയാണ്, വീണ്ടും അത് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ അതൊരു റിഫ്ലക്ഷൻ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. ആ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലും ഒരു കവറപ്പിനുള്ള ശ്രമം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നെതന്യാഹു റിയലായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇനിയാണ് ഗൈസ് അടുത്ത വീഡിയോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരികയാണ്. അത് പക്കാ ഈ വീഡിയോ ആണ് കേട്ടോ. കാരണം ആ വോയിസ് തന്നെ ക്രാക്കഡ് ആണ്. ഇന്നലെ ഒരു കഫേയിൽ നിന്നും കാപ്പി കുടിക്കുന്ന നെതന്യാഹുവിന് ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തിനാണ് AI ചെയ്യുന്നത്? അത് പക്ക AI ആണ്, അതിൻ്റെ വോയിസ് കേട്ടാൽ തന്നെ അറിയാം. അതായത് AI ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വോയിസ് ക്രാക്കഡ് ആയിരിക്കും. ആ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോയിസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പെർഫെക്ഷൻ അല്ലെങ്കിൽ അത് കറക്റ്റ് AI ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ പ്രശ്നമില്ലേ? ഇന്നലത്തെ വീഡിയോയിൽ അവർ പറയുകയാണ്, ഓക്കെ നെതന്യാഹു അവിടെ കാപ്പിയും കുടിച്ചിരിക്കുന്നു, പക്ഷേ ഇന്നിട്ട വീഡിയോയിൽ അദ്ദേഹത്തിന് നേരിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇവിടെ ലോകം ചർച്ച ചെയ്യുന്നത് പോലെ കൊല്ലപ്പെട്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ രാജ്യം എന്തിനു മൂടി വെക്കണം? അങ്ങനെ ലോജിക്കലി ചിന്തിച്ചാൽ രാജ്യം അത് കുറേ നാളത്തേക്ക് മൂടി വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനൊന്നുമില്ല. അവിടെ പ്രതിപക്ഷ പാർട്ടികളില്ലേ? നമ്മുടെ രാജ്യത്തുള്ളതുപോലെ തന്നെ അവിടെയും പ്രതിപക്ഷ പാർട്ടികളും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർ വാർത്തകളൊക്കെ സംഭവങ്ങളൊക്കെ പുറത്തുവിടില്ലേ? എന്തായാലും ഇസ്രായേൽ തന്നെ അതിനൊരു സ്ഥിരീകരണം തരട്ടെ, അതിന് ക്ലാരിഫിക്കേഷൻ വരട്ടെ. ഇപ്പോൾ ഇസ്രായേൽ സംശയത്തിൻ്റെ നിഴലിലാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഇനി മോജ്തബ ഖമേനിയെ പറ്റി സംസാരിക്കണം. അതായത് കൊല്ലപ്പെട്ട പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മകനാണ് മോജ്തബ ഖമേനി. പുതിയ പരമോന്നത നേതാവായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ അദ്ദേഹത്തെ ഫെബ്രുവരി 28 മുതൽ കാണാനില്ല. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഓക്കെ നെതന്യാഹുവിനെ കാണാനില്ല, അത് കാട്ടുതീ പോലെ വലിയ ചർച്ചയാണ്. പക്ഷേ മോജ്തബയെ കാണാനില്ല എന്നുള്ള ചർച്ച വളരെ ചെറിയ രീതിയിലാണ് മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. അത് രണ്ടുപേരും രാജ്യത്തിൻ്റെ തലവന്മാരാണ്. ഈ പരമോന്നത നേതാവെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിനെക്കാളും മുകളിലാണ്, ഏറ്റവും മുകളിലാണ്, പരമോന്നതനാണല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളൊരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് പറ്റിയെന്ന് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 28 ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ഒരു ആക്രമണം ഉണ്ടായത്. അതിൻ്റെ അകത്താണ് ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടു. അവർ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷമാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മകനായിട്ടുള്ള മോജ്തബയുടെ ഭാര്യ, മോജ്തബയുടെ കുട്ടി, അതോടൊപ്പം 12ഓളം വരുന്ന പ്രധാനപ്പെട്ട കമാൻഡേഴ്സ്, ഇതൊക്കെ ആദ്യത്തെ ഒറ്റ മിനിറ്റിൽ, ആക്രമണം തുടങ്ങിയ ആദ്യത്തെ ഒറ്റ മിനിറ്റിലാണ് ഇവരെല്ലാം വകവരുത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഖമേനി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്ന മുമ്പേ സ്ഥിരീകരിച്ചത് ഇസ്രായേലും അമേരിക്കയാണ്. കാരണം മൊസാദിൻ്റെ ചാരന്മാർ അവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മോജ്തബ എവിടെയായിരുന്നു എന്നറിയാവോ? ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. മോജ്തബയ്ക്ക് ആ ഒരു ആക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ളതാണ് സൈപ്രസിലെ ഇറാൻ അംബാസിഡർ ആയിട്ടുള്ള അലിസേറ സലാറിയൻ പറയുന്നത് പ്രകാരം. ഈ ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ മോജ്തബ ഖമേനിക്കും ഗുരുതരമായിട്ട് പരിക്കേക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് പോയിട്ടുണ്ട്.
കാലും കൈയും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. പ്രധാനമായിട്ടും എല്ലാവരും പല പോസ്റ്റുകൾ, അതായത് അമേരിക്കയുടെ പോസ്റ്റുകളിലാണെങ്കിലും ദ സൺ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഇതിലൊക്കെ ആണെങ്കിലും ഒരു കാല് ആംപ്യൂട്ട് ചെയ്ത് കളഞ്ഞു, ഒരു കാല് മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലരും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്ന നെതന്യാഹുവിൻ്റെ വീഡിയോസ് AI എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ അതിനു മുമ്പേ കവറപ്പ് ചെയ്യാൻ വേണ്ടി AI ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇറാനായിരുന്നു. അതായത് പുതിയ പരമോന്നത നേതാവായിട്ട് ഈ മോജ്തബ ഖമീനി അധികാരമേറ്റു എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള, അതായത് ഇതുവരെ ഇൻ്റർനെറ്റിൽ ഇല്ലാത്ത ഒരു ഫോട്ടോ പുറത്ത് വിടുകയാണല്ലോ, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ എടുത്തിട്ട് അത് AI-ലിട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റെ രൂപം മാറ്റം കാര്യങ്ങളും ആംഗിളൊക്കെ മാറ്റിയിട്ടുള്ളതായിരുന്നു. അതായത് ഈ ഒരു സംഭവത്തിൽ ആദ്യം കവറപ്പിന് ശ്രമിച്ചത് സത്യം പറഞ്ഞാൽ ഇറാനാണ്. അപ്പോഴും മോജ്തബ രംഗത്ത് വന്നിട്ടില്ല. മോജ്തബയുടെ അഡ്രസ്സ്, ജനങ്ങളോട് അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അദ്ദേഹത്തിൻ്റെ വോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഇമേജ് വെച്ചിട്ട് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളും, അവിടുത്തെ തന്നെ റിപ്പോർട്ടർ, അവിടുത്തെ സ്റ്റേറ്റ് മീഡിയ ഉണ്ടല്ലോ, ആ റിപ്പോർട്ടർ തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി കുവൈറ്റിലെ ഒരു പ്രധാന പത്രമായിട്ടുള്ള അൽ ജരീദ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈ മോജ്തബയെ റഷ്യയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യം മറ്റ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇദ്ദേഹത്തെ ടെഹ്റാനിലുള്ള സിനായ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോരുന്നത്. അവിടുന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ലീക്കുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ലീക്ക് എന്തെന്നാൽ ദ സൺ എന്ന് പറയുന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ച് മാറ്റി, കൂടാതെ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഒന്നെങ്കിൽ വയറ്, ലിവർ, അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. കോമ സ്റ്റേറ്റിൽ വരെ പോകാം എന്നുള്ള രീതിയൊക്കെയാണ് ദ സൺ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ആക്രമിക്കും. മൊസാദിൻ്റെ ചാരന്മാരുള്ളതുകൊണ്ട് ആ ലൊക്കേഷൻ കിട്ടും. ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ആ ഒരു ഹോസ്പിറ്റൽ ആക്രമിക്കും എന്നുള്ളതുകൊണ്ട് റഷ്യയുടെ സഹായം തേടുകയാണ്. ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മൗസൂദ് പെഷസ്കിൻ റഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിക്കുകയാണ്. പുടിൻ ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ പുടിൻ അത് എഗ്രി ചെയ്യുകയാണ് കേട്ടോ. പുടിൻ ഓക്കെ പറയാണ്. കാരണം അമേരിക്കയായിട്ട് അത്ര ശത്രുതയിലാണല്ലോ പുടിൻ എന്തായാലും. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ പുടിൻ സഹായം വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ ഒരു സ്പെഷ്യലി തയ്യാറാക്കിയിട്ടുള്ള എയർ ആംബുലൻസ്, റഷ്യയുടെ ഒരു എയർ ആംബുലൻസ് ഉണ്ട്, ഇതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെയൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഇറാനിലെത്തുകയും മോജ്തബയെ ആ ഒരു എയർ ആംബുലൻസിൽ അവിടുന്ന് റഷ്യയിലുള്ള ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മോസ്കോയിലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നാണ് പല മാധ്യമങ്ങളും, അതായത് അൽ ജരീദയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ദ സണ്ണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇത് തന്നെയാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് ആണെങ്കിൽ എപ്പോഴും കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ കാലോ കയ്യൊക്കെ പോയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ജീവനോടെയൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അയാൾ എവിടെ ഒളിവിൽ കഴിയുകയാണ്, പുറത്തു വരാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇവിടെ റഷ്യ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ ഒക്കില്ല, കാരണം റഷ്യയുമായിട്ട് പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് യുദ്ധമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റത്തൊന്നുമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട്. അത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ US-ൻ്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയും പറയുന്നത് തന്നെയാണ്, അദ്ദേഹം ജീവനോടെ ഉണ്ട്, പക്ഷേ ടോട്ടലി ഡിസ്ഫിഗേർഡായി, അതായത് മൊത്തം അംഗഭംഗം സംഭവിച്ച് അത്രയും ഡാമേജ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ ശരീരം എന്നുള്ള രീതിയിലായിരുന്നു US ഡിഫൻസ് സെക്രട്ടറിയും പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം, മോജ്തബ ജീവനോടെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെതിരെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ, ഹെസ്ബോള്ള, ഹൂതികൾ, ലെബനൻ, അങ്ങനെ കുറേ യുദ്ധങ്ങൾ, ഇത് കുറേ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, ഇതിൻ്റെ സുപ്രീം ലീഡറാണ് ഈ പരമോന്നത നേതാവ്. അപ്പോൾ പരമോന്നത നേതാവ് എവിടെയെന്നും പറഞ്ഞാണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാവില്ലാത്തൊരു യുദ്ധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇറാൻ പ്രസിഡൻ്റായിട്ടുള്ള മൗസൂദ് പെഷസ്കിൻ യുദ്ധം തുടങ്ങിയ കുറച്ച് ദിവസത്തിന് ശേഷം, അതായത് ഗൾഫിലേക്ക് ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഗൾഫ് രാജ്യങ്ങളെ മാപ്പ്, ഇനി ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, ഞങ്ങൾ ഇസ്രായേലിനെ ഡയറക്റ്റ് ആക്രമിച്ചോളാം, ഇനി ഒരു മിസൈൽ പോലും അങ്ങോട്ട് വരില്ല എന്നുള്ളതൊക്കെയാണല്ലേ. പക്ഷേ തൊട്ട് പുറമേ തന്നെ ഭീകരമായിട്ട് വീണ്ടും അങ്ങോട്ട് മിസൈൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും വീണിട്ടുണ്ട്, ഇന്നലെയും വീണിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസിഡന്റിൻ്റെ പോലും കൈ നിൽക്കാത്ത യുദ്ധം ആരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്. അപ്പോൾ അതൊരു ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിലേക്ക്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ആ ഒരു സിസ്റ്റം, അതിലേക്ക് പോയി എന്നൊരു രീതിയിൽ വേണം നമ്മൾ നോക്കിക്കാണാനായിട്ട്. അതായത് ഒരു കോമഡി ആയിട്ടുള്ള വീഡിയോ ഇങ്ങനെ കാണാമായിരുന്നു. ഇറാൻ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്ന റോക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഉത്സവത്തിന് നമ്മളിങ്ങനെ മുകളിലോട്ട് റോക്കറ്റ് വിടില്ല, അപ്പോൾ ഒരെണ്ണം കൈ കൊടുക്കുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞ് വിടുന്നു, ഇതുപോലെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കൊരു മയവും ഇല്ല, എല്ലാം ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആദ്യം ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്ന US ബേസുകളാണ് ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അവിടുത്തെ പ്രധാന എണ്ണ ഉൽപ്പാദന കേന്ദ്രം അല്ലെങ്കിൽ എണ്ണ ശേഖര കേന്ദ്രമൊക്കെ ആക്രമിക്കുന്നുണ്ട്. വലിയ സ്ഫോടനം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒന്നാണല്ലേ, അതൊക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെ വളരെ ഡേഞ്ചറസ് ആയിട്ട്, ഒരു മയവും ഇല്ല, ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു ആരോടും മനസാക്ഷിയില്ലാത്ത രീതിയിൽ ആ ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഡേഞ്ചറാണിത്. മാത്രമല്ല ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ലോക സാമ്പത്തിക ആ ഒരു മേഖല തകർക്കണമെന്നുള്ളത്. ഇപ്പോൾ ഹോർമൂസ് അടച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെ കൂടെ പോകുന്ന കപ്പലുകളൊക്കെ കത്തിക്കുകയാണ്. ആ ഒരു കത്തുന്ന കപ്പലിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇന്ത്യൻ കപ്പൽ പോകുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. ഇന്ത്യൻ കപ്പൽ 2 കടത്തി വിടുകയാണ്. അത് നമ്മളുമായിട്ടുള്ള ഡിപ്ലോമസിയാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ട്രംപ് ആകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ട്രംപ് കാര്യമായിട്ട് വലിയ ഷോ കാണിച്ച് ഹീറോ ആയിട്ട്
വന്നതാണല്ലോ. ഇപ്പോൾ പുള്ളി പെട്ടിരിക്കുകയാണ്. പുള്ളി വിചാരിച്ചത് എന്താണ്, ഖമേനിയെ തട്ടി യുദ്ധം തീർന്നു, ഇറാൻ അടങ്ങുമെന്നാണ്. ഇന്നും തീർന്നിട്ടില്ല. 20 ദിവസം മറ്റോ ആയല്ലേ, ഇന്നും ഇറാൻ ശക്തമായിട്ട് പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മയോ ഇല്ല, റോക്കറ്റുകൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ആകെ പെട്ട അവസ്ഥയിലാണ്. പണ്ട് മുതലേ യുദ്ധവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, യുദ്ധം എന്നുള്ളത് ആ രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, വലിയൊരു യുദ്ധം വന്നാൽ ലോകത്തെ മൊത്തം ബാധിക്കുമെന്ന്. ഇപ്പോൾ നമുക്കതിൻ്റെ ചൂട് ഫീൽ ചെയ്ത് തുടങ്ങിയല്ലേ. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു. കാരണം നമുക്കറിയാം, ക്രൂഡ് ഓയിലൊക്കെ നമ്മൾ പെട്രോൾ ഡീസലും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ക്രൂഡ് ഓയിൽ ശേഖരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. പക്ഷേ LPG നമ്മൾ 60% ഡയറക്റ്റാണ് നമ്മൾ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു LPGക്ക് അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. എന്നാലും നമ്മളുടെ ഡിപ്ലോമസി പ്രകാരം നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് 2 കപ്പലുകൾ ഇങ്ങോട്ട് കടത്തിവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ യുദ്ധം ഒരു അയവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ യുദ്ധത്തെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും അറിയുന്നതിനോടൊപ്പം നമുക്ക് നമ്മളുടെ സമ്പത്ത് സംരക്ഷിക്കാനും കുടുംബത്തെ സുരക്ഷിതമാക്കാനും ചെയ്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസും എടുത്തു വെക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം ഇപ്പോൾ തന്നെ 50-60 ലക്ഷമൊക്കെയാണ് ആശുപത്രി ചെലവ് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം. പിന്നെ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടൈം ഇൻഷുറൻസ് കൂടി കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എടുത്തു വെക്കേണ്ടതുണ്ട്. എന്തായാലും അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.